ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഞങ്ങൾ താമസിക്കുന്നത് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ മാൻഡ്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ ക്രിസ്മസ് സെലിബ്രേഷൻ വളരെ അടിപൊളിയായിട്ടുള്ളൊരു സെലിബ്രേഷനാണ്. അപ്പോൾ ഇവിടുത്തെ ക്രിസ്മസ് ടൈം ആകുമ്പോഴേക്കും ഇവർ ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് ഇവിടെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ് കനാൽസിലുള്ള ലൈറ്റ് ഡെക്കറേഷൻ. അതായത് വീടുകൾ അവർ 200ഓളം വരുന്ന വീടുകൾ അവർ ഡെക്കറേറ്റ് ചെയ്ത് നമ്മളത് ക്രൂസിൽ കൊണ്ടുപോയിട്ട് നമ്മളത് കാണിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിന് ടിക്കറ്റ് റേറ്റ് ഒക്കെ വരുന്നത് ഞാൻ വഴിയെ പറഞ്ഞു തരാം എത്രയാണെന്നുള്ളത്. അപ്പോൾ അത് 1974 ഇവിടെ കനാൽസ് വെനീസിലൊക്കെ ഉള്ള പോലത്തെ കനാൽ സിസ്റ്റം വന്നത്. അപ്പോൾ അന്ന് മുതൽ അവർ ഇതേമാതിരി ഡെക്കറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഡെക്കറേറ്റ് ചെയ്യുന്നത് ചെറിയ കോമ്പറ്റീഷൻ പോലെയാണ്. ഡെക്കറേറ്റ് ചെയ്തിട്ട് അവർ ഇത് ചെയ്യാത്തവരെ ഗ്രിഞ്ചസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അങ്ങനെയുള്ളൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാൻഡ്ര ഇപ്പോൾ ഫുള്ള് ലൈറ്റപ്പ് ചെയ്തേക്കാണ് ക്രിസ്മസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഈ കാണുന്നതാണ് മാൻഡ്ര ഫോർഷോറിനോട് ചേർന്ന് നടക്കുന്ന ജെട്ടിയും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇവിടെ ഇതേമാതിരി നമ്മൾ ഇവിടെ നിന്നാണ് ക്രൂസിൽ പോകുന്നത്. നമ്മൾ പറഞ്ഞ 200ഓളം വീടുകൾ ലൈറ്റപ്പ് ചെയ്തത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഏരിയയിൽ നിന്നാണ് ക്രൂസിൽ പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന ആൾക്കാരൊക്കെ ക്രൂസിൽ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. കാരണം അവർക്ക് റൂൾസ് എന്ന് വെച്ചാൽ ആദ്യം ആര് വരുന്നോ അവർക്ക് അതിൻ്റെ ഫസ്റ്റ് കയറി ഇരിക്കാം. സീറ്റ് അങ്ങനെ അലൊക്കേഷൻ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ആൾക്കാർ മൊത്തം ഇവിടെ വന്ന് ക്യൂ അപ്പ് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. എല്ലാ കൊല്ലവും നവംബർ അവസാനം ആകുമ്പോഴേക്കും ഇതേമാതിരി ലൈറ്റപ്പ് ഇത് ചെയ്യുന്നതാണ്. ഈ കാണുന്നത് സിറ്റി ഓഫ് മാൻഡ്രയുടെ ആൾക്കാർ സ്പോൺസർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ട്രെയിനാണ്. അപ്പോൾ ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാവുന്ന രീതിയിൽ ഒരു ട്രെയിനാണ് ഈ സെറ്റ് വെച്ചിരിക്കുന്നത്. ക്രിസ്മസ് ട്രീ എടുത്തുകൊണ്ട് പോകുന്ന ട്രെയിനായിട്ടാണ്. കാരണം ക്രിസ്മസ് ട്രീ ഉണ്ടാവും മേളിൽ. അവരത് ക്രിസ്മസ് ട്രീ കൊണ്ടുപോകുന്ന ഒരു ട്രെയിനായിട്ടാണ് അവർ ഇതിനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ആൾക്കാർക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു സ്ഥലമായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ മാൻഡ്ര ഫോർഷോറിനോട് ചേർന്ന് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ അവർ ഇതേമാതിരി ലൈറ്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ കൊല്ലവും വേറെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് അവർ ചെയ്യുന്നത്. ഈ പ്രാവശ്യം ഒരുപാട് വണ്ടികളുടെ ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ പ്രാവശ്യം അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനോട് ചേർന്ന് ഈ കാണുന്ന സെൻറ്റർ ഇവിടുത്തെ പെർഫോമൻസ് ആർട്ട് സെൻ്ററാണ്. അപ്പോൾ ഇവിടെയാണ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ആർട്ട് സെൻ്ററാണ് ഇവിടെ. ഒരുപാട് ഫംഗ്ഷൻസും കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആൾക്കാർക്ക് നടന്നു പോകാനായിട്ടുള്ള ഒരു കല്ല് വിരിച്ച ഒരു വഴിപ്പാതയൊക്കെ ഇവിടെ അവർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരുപാട് ആൾക്കാർ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് മാൻഡ്ര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഇവിടുന്ന് ഒരു 800 മീറ്റർ മാറിയിട്ടാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാൻഡ്രേനെ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊല്ലം നമ്മുടെ ഫോർഷോർ പഴയ ഫോർഷോറിൻ്റെ ഏരിയയിൽ പാർക്കും കാര്യങ്ങളൊക്കെ പഴയതായതുകൊണ്ട് അത് റെനോവേഷൻ നടക്കണ കാരണം ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ മെയിൻലി അവിടെയാണ് അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് മാറി എല്ലാ സ്ഥലങ്ങളിലുമായിട്ട് അവർ കുറച്ച് ലൈറ്റിംഗ് സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ആർട്ട് സെൻറ്ററിൻ്റെ ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്. ഈ കാണുന്നത് ഒരു തിയേറ്ററാണ്. റീഡിംഗ് സിനിമാസ് എന്നുള്ള തിയേറ്ററാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണാം ഇതുപോലെ കാറിൻ്റെ ഷേപ്പിലൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഡെക്കറേഷൻസ് ആണ് ഈ കാണുന്നത്, ലൈറ്റ് ഡെക്കറേഷൻസ്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ മാൻഡ്ര കനാൽസിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി പറഞ്ഞുതരാം. 1974 അവർ വെനീസിലുള്ള പോലെ തന്നെ കനാൽസ് പണിയാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നത്. കാരണം കടലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവർക്ക് കനാൽസ് പണിയാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് വീടുകൾ അവർ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അവിടെ താമസിക്കുന്നത് ഏകദേശം 300ഓളം വീടുകളാണ് കനാൽസിനോട് ചേർന്നായിട്ടുള്ളത്. അതിങ്ങനെ ദിവസം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ താമസിക്കുന്നത് മിക്കതും കാശ് റിച്ചായിട്ടുള്ള ആൾക്കാരാണ്. ഒരു വീടിനൊക്കെ ഏകദേശം വരുന്നത് 1.8 മില്യൺ തൊട്ട് സ്റ്റാർട്ടിംഗ് ആണ് കനാൽസിൻ്റെ അടുത്തുള്ള വീടുകൾ. അപ്പോൾ അവിടെയുള്ളവരാണ് നമുക്ക് വേണ്ടിയിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്യുന്നത് ക്രിസ്മസിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വർഷാവർഷം ഒരുപാട് ടൂറിസ്റ്റ് മാൻഡ്രയിൽ ആ ക്രൂസ് ബുക്ക് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ക്രൂസിന് വരുന്നത് ഏകദേശം ഒരാൾക്ക് അഡൽറ്റിന് വരുന്നത് $52 ക്രൂസിന് വരുന്നത്. കുട്ടികൾക്ക് 15ഉം 10ഉം എന്നുള്ള രീതിയിലാണ് റേറ്റ് വരുന്നത്. അപ്പോൾ അത് കൂടാണ്ട് തന്നെ ഫുഡ് കഴിക്കാനും അങ്ങനത്തെ ഒരുപാട് സൗകര്യങ്ങളിലുള്ള ക്രൂസസ് മാൻഡ്രയിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും ക്രൂസിൻ്റെ അടുത്തേക്ക് പോകാം. കാരണം ആൾക്കാർ ക്യൂ ആയി തുടങ്ങി. അപ്പോൾ നമുക്ക് അവിടെ പോയി വെയിറ്റ് ചെയ്യാം. They never let for Rudolph. Rudolph. Join us anyway.
നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ബോട്ടുകളാണ് ഈ കാണുന്നത്. നമ്മളിതിൽ ഏറ്റവും വലിയ ബോട്ടൊക്കെയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. മേളിൽ ഓപ്പൺ ആയിട്ടുള്ള രീതിയിലുള്ള ബോട്ടാണ്, താഴെയും ആൾക്കാർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ബോട്ടുകളാണ്. ഈ 3 ബോട്ടും പല വലിപ്പത്തിലുള്ള ബോട്ടുകളാണ്. അപ്പോൾ നമ്മൾ ഈ ബോട്ടുകളിൽ കയറിയിട്ടാണ് ലൈറ്റ് ഷോയ്ക്ക് കാണാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് അങ്ങനെ ആൾക്കാർ ബോട്ടിലേക്ക് കയറി തുടങ്ങിയിരിക്കുന്നതാണ്. 3 ബോട്ടിലും കയറാനായിട്ട് ഫുള്ള് ആൾക്കാരുണ്ട്. ഇവിടെ ഒരു കുട്ടി നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്, ക്രിസ്മസ് കരോളൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ കാണുന്ന ബോട്ടിലേക്കാണ് ഇപ്പോൾ ലൈറ്റ് ഷോ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ മേളിലത്തെ സീറ്റ് തന്നെ പിടിക്കാമെന്ന് വിചാരിച്ചു, കാരണം വ്യൂ അവിടെ ആയിരിക്കും അടിപൊളിയായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മേളിലേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ അപ്പോൾ ബോട്ടിൻ്റെ അകത്ത് കയറിയിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ സൈഡ് സീറ്റ് അങ്ങനെ തന്നെ പിടിച്ചു. നമ്മൾ ഐവി ഞാനും ഉണ്ട്. അപ്പോൾ ഇന്ന് ഇത് കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മൾ മാൻഡ്രയിൽ വന്നിട്ട് ഏകദേശം 2 കൊല്ലമായി. പക്ഷേ കഴിഞ്ഞ കൊല്ലം പോകാൻ പറ്റിയില്ല, കാരണം ഫുള്ളി ബുക്ക്ഡ് ഔട്ട് ആയിരുന്നു. അപ്പോൾ ഈ കൊല്ലം എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കത് പോയിട്ട് എങ്ങനെയുണ്ട് നേരെ നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് മാൻഡ്ര ബോട്ട് ജെട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് കയറുന്നത്. ഈ കാണാവുന്ന ബോട്ടുകൾ എല്ലാം ഒരുപാട് ആൾക്കാർ ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇതേമാതിരി കെറ്റമറീൻ പോലത്തെ ബോട്ടുകളാണ് അവർ ഉപയോഗിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ബോട്ടുകളും വലിയ രീതിയിലുള്ള ബോട്ടുകളും പല പല ടൂറിൻ്റെ റേറ്റ് അനുസരിച്ച് അവർ ബുക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ പാപ്പാനി അവിടെ ഉണ്ട്. എല്ലാവരും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് പാപ്പാനിയും അവർ ഡ്രസ്സ് ചെയ്യപ്പോൾ ഇതവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ആദ്യമായിട്ടാണ് ഒന്ന് രാത്രിയുള്ളൊരു ബോട്ട് സവാരി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബോട്ടുകളിലാണ് ഇവിടുന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ടേബിള് കാര്യങ്ങളൊക്കെ വലിയ ബോട്ടാ അത്. അങ്ങനെ മാൻഡ്ര ബോട്ട് ജെട്ടിയിൽ നിന്ന് ബോട്ട് പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് പൈസ നല്ലതായിട്ട് കൂടുതലായിരിക്കും. ഇതാണ് നമ്മുടെ മാൻഡ്ര എന്ന് പറയുന്ന സ്ഥലം. ഇത് കടലിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇരുട്ടിൽ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ ഒരുപാട് വീടുകൾ, അതായത് 100-200ഓളം വീടുകൾ ഇതേമാതിരി ഡെക്കറേറ്റ് ചെയ്തിട്ട് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വീടുകൾ ലൈറ്റോട് അലങ്കരിച്ചത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഒരു അടിപൊളി കാഴ്ചയായിരിക്കും അത്. അപ്പോൾ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ കനാലിക്കൂടെ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലൈറ്റുള്ള വീടുകളുടെ ഏരിയയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ദൂരെ കാണാം ലൈറ്റുകൾ ഇട്ട് തുടങ്ങിയിരിക്കുന്നത്. അവിടെ വരെ വീടുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം നിങ്ങൾക്ക്. ഇവിടെയുള്ള എല്ലാ വീടുകൾക്കും മിക്കവർക്കും ബോട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, കനാലിലുള്ളതുപോലെ. നമ്മൾ ഇറ്റലിയിൽ വെനീസിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഇവിടെ ബോട്ടൊക്കെ ആയിട്ട് ആൾക്കാർ ക്രൂസ് ചെയ്ത് കിടക്കുന്ന ആൾക്കാരാണ്. ഈ കാണുന്നതൊക്കെയാണ് ലൈറ്റ്സ്. അവർ ഡെക്കറേഷൻ ചെയ്തേക്കുന്നതാണ് കാണുന്നത്. ഇതൊക്കെ ചെറിയ രീതിയിൽ അവർ ചെയ്തിട്ടുള്ളൂ. വീടിൻ്റെ മുമ്പിൽ ബോട്ട് പാർക്ക് ചെയ്തിട്ടേക്കുന്നതാണ് കാണുന്നത്. ചെറിയ ചെറിയ ബോട്ടുള്ളവരൊക്കെ സ്വന്തമായിട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളവിടെ നേരെ കാണുന്നൊരു വീട്ടിൽ ലൈറ്റ് ഇട്ടേക്കണതുണ്ടോ? അടിപൊളിയായിട്ടൊരു ലൈറ്റിങ് ചെയ്തിട്ടുണ്ട് അവിടെ. കനാലിൻ്റെ നമ്മൾ മെയിനായിട്ടുള്ള സ്ട്രീറ്റിലേക്കാണ് ഇപ്പോൾ എൻ്റർ ചെയ്യുന്നത്. ഇവിടെ ലൈറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ വീടുകാരും ലൈറ്റ് ഉണ്ട്. ആ വീടൊക്കെ ചെയ്തേക്കണമെങ്കിൽ ആ വീട് നോക്കി ഡേവി ആ ഫോട്ടോ എടുത്തല്ലോ അതിൻ്റെ ആ റൈറ്റിലുള്ള വീടിൻ്റെ.
ഒരുപാട് ബോട്ട്സ് സർവീസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പണ്ട് പോയൊരു പൈററ്റ് ഷിപ്പാണ് പോകുന്നത്, കണ്ട പൈററ്റ് ഷിപ്പാണ് പോകുന്നത്. അതിലിതുവരെ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് ആ വീട് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തോരം ലൈറ്റ്സ് യൂസ് ചെയ്തേക്കണം അവർ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയിൽ ഇതുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഇപ്പോൾ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ലൈറ്റ്സ് യൂസ് ചെയ്തേക്കുന്ന വീടാണ് ആ കാണുന്നത്. ആ വീടും ആ കാണുന്ന 2 വീടുകളും അടിപൊളിയായിട്ട് വേറെ രീതിയിൽ അടിപൊളിയായിട്ട് നല്ല ലൈറ്റ്സൊക്കെ നല്ല വെറൈറ്റി ലൈറ്റ്സൊക്കെ ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. നമ്മളപ്പോൾ അതിൻ്റെ ഏരിയയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇതിൻ്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ വരുന്നത് അടുത്ത ബോട്ടാണ്, കണ്ട ക്രോസ് ചെയ്ത് പോകുന്നത് കാണാം. നമുക്ക് ബോട്ട് കറക്റ്റ് അതിൻ്റെ മുമ്പിലെത്തി ഇപ്പോൾ ക്രോസ് ചെയ്തു. ഗൈസ് ഈ സ്ട്രീറ്റ് നോക്ക്, ഇതാണ് മെയിൻ ഹൈലൈറ്റ്. ഓ പൊളി, അടിപൊളി. ഒരുപാട് വീടുകളുണ്ട്, അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഈ ബോട്ടിൻ്റെ ഈ സെറ്റപ്പ് ജാനുവരി 1st വീക്കോ 2nd വീക്കോ വരെ അങ്ങാണ്ട് ഉണ്ട്. ഇത് നമുക്ക് എപ്പോൾ ജാനുവരി 5-ാം തീയതി വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ബുക്ക് ചെയ്ത് ഏത് സമയത്ത് വേണമെങ്കിലും പോവാം. ഓ അത് അടിപൊളി. റീലെടുക്കാണോ? റീലെടുത്തു വീഡിയോ എടുത്തു. പൊളി, അടിപൊളി. ഫോട്ടോ എടുക്കണ്ട, റീലെടുത്തായി. ആ വീഡിയോ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ കാണുന്ന വീടുകളുടെ എല്ലാം ബോട്ട് റാമ്പും ബോട്ടും വീടും എല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മരത്തിൻ്റെ ഒക്കെ ലൈറ്റ് കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. ഇവിടെ ഒക്ടോപ്പസ് ഒക്കെ ആ ബോട്ടിൻ്റെ മുകളിൽ കാറ്റ് പിടിക്കാണ്ട് ഇതൊക്കെ ഇങ്ങനെ ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കണ് പറന്നു കൊണ്ട്. പണിക്കാരെ ഇരിക്കും, കണക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് മൊത്തം. അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ആൾക്കാരൊക്കെ എടുക്കുന്ന ഒരു എഫേർട്ട് നല്ലതാണ്. എല്ലാ കൊല്ലവും അവരിത് സെയിം രീതിയിൽ ചെയ്യും. പുതിയ പുതിയ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം അവർ.
നമ്മളങ്ങനെ ലൈറ്റ്സ് കണ്ടിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. മാൻഡ്രയിലേക്കാണ് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത് ബോട്ട്. മാൻഡ്രയിൽ തന്നെ വേറെ ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റെഡ് കളറിൽ അവിടെ ലൈറ്റ് കാണുന്നതാണ് നമ്മുടെ ഫോർ ഷോർ ഏരിയ. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ അവർ ട്രീസ് വെള്ളത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ആ കാണുന്ന ഇതൊക്കെ ട്രീസാണ്, ക്രിസ്മസ് ട്രീസാണ് അവർ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത്. വെള്ളത്തിൽ ഫ്ലോട്ടിംഗ് ആയിട്ട് കിടക്കുന്ന ക്രിസ്മസ് ട്രീസാണത്. പിന്നെ അതിൻ്റെ കരയ്ക്കൊരു റെയിൻഡിയറും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളങ്ങനെ നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. കരയ്ക്ക് എത്തി തുടങ്ങി, ബോട്ട് ജെട്ടിയിലോട്ട് അടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ ലൈറ്റ്സിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.